പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ട്രിവാൻഡ്രത്തുള്ള സൂലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. നമ്മളിപ്പോൾ സൺഡേ ആണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മളൊരു ആൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ഹസ്ബൻഡ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്. എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ എൻട്രൻസിൽ കയറുന്നതിന്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഉള്ളിൽ കയറുന്ന വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കയറുമ്പോൾ തന്നെ വലത്തെ സൈഡായിട്ടാണ് കാട്ടുപോത്തുള്ള കുറച്ച് ഉള്ളത്. അത് കുറച്ച് നേരം ഇരുന്ന് കണ്ട് ശേഷം ഇടത്തെ സൈഡിലായിട്ടാണ് മറ്റു കാഴ്ചകളൊക്കെ വരുന്നത്. ഇതിന്റെ അടുത്ത സൈഡായിട്ടാണ് സിംഹവാലക്കുരങ്ങുള്ളത് കാണുന്നത്. സംഭവത്തിനെ കണ്ടില്ല. നമ്മൾ പോയ സമയം എന്ന് വെച്ചാൽ മഴ ഒന്ന് പെയ്ത് ഒതുങ്ങിയിരുന്ന സമയമാണ്. മഴയൊന്നും ഇല്ല, പക്ഷെ അവിടെയുള്ള മൃഗങ്ങളെല്ലാം അതും ഒതുങ്ങിയിരിക്കുന്ന സമയമായ കാരണം അധികം ഒന്നിനും കാണാൻ പറ്റിയില്ല. നമുക്ക് വെളിയിലായിട്ട് കുറച്ച് പേരെ മാത്രമേ നമുക്ക് വെളിയിലോട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കൂട്ടിലോട്ടൊക്കെ പോയി. കണ്ട ഈ ഭാഗത്തൊക്കെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷെ ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്തതിൽ പോയി തത്തകളുടെ ഒരു സെഷനാണ് അടുത്തത് കാണുന്നത്. ഈ കാണുന്നത് ഗ്രീൻ വിങ് മക്കാവു എന്നാണ് എൻ്റെ പേര് കേട്ടോ. ഇത് അങ്ങനെ ക്ലിയർ ഇല്ല കേട്ടോ. നമ്മൾ മഴ പെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഡാർക്ക്നെസ് ഒക്കെ ഇരിക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് അധികം ക്ലാരിറ്റിയിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഓരോ കൂട്ടിൽ ഓരോന്നൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തത് നാടൻ തത്തകളുടെ ഒരു ഇതാണ്. അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മൂങ്ങയുണ്ട്. ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ വൃക്ഷങ്ങളും സസ്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പേരൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അധികം ഒന്നും അതിലേക്ക് ഇങ്ങനെ ചെന്നില്ല. പിന്നെ പക്ഷികളുടെ ഒരു ഭാഗമാണ് അടുത്തത് വരുന്നത്. ഇവിടെ വെച്ചെങ്കിൽ വെള്ളിമൂങ്ങയാണ്, പക്ഷെ എനിക്ക് വെള്ളിമൂങ്ങനൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ആകെ ഇരുട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കഴുകനും പരുന്ത് അങ്ങനത്തെ ഒരു സെഷനായിരുന്നു. പക്ഷെ അധികം ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയില്ല. 1, 2, 3 തന്നെ കണ്ടുള്ളൂ. പിന്നെ അവിടെ തന്നെ പണികളൊക്കെ നടക്കാണ്. കൂടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നോക്ക്, വെള്ളത്തിൽ എവിടെ സുഖമായി കിടക്ക. ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ തന്നെ ഒരു വിഭാഗമാണ് കേട്ടോ. ഇവിടെ വരുമ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നാറ്റമുണ്ട്. ഇവര് തൂറിയിട്ടുള്ള നല്ല നാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. മുക്ക് പൊത്തിട്ടേ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വൃക്ഷം കണ്ടില്ലേ, ഇത് കാരണം ഈ ഭിത്തിയൊക്കെ ഇളകി ഒരു ഇതായിണ്ട്. അവിടെ ഇരിക്കാനൊന്നും പറ്റൂല നേരത്തോടെ. കളിക്കണോ ഇരുന്നിട്ട് നിങ്ങളിട്ട് കുളിക്കണതാണ്. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് പോകുന്നത് നീർനായയുടെ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. പക്ഷെ വെള്ളം നന്ന രീതിയിൽ തന്നെ ഇളകുന്നുണ്ട്.
അപ്പൊ ഉണ്ടെന്ന് മനസ്സിലായി. കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്തു. മീനാ? ഓ, 2 മീനൊക്കെ അത് തിന്നാൻ കൊടുത്തായിരിക്കും. രണ്ടെണ്ണം ഉണ്ട്. പിന്നെ നമ്മള് വിഷമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയില്ലെന്ന് നിൽക്കുമ്പോ എന്നെ വിളിച്ചോണ്ട് ഒരു സ്ഥലത്ത് വരെ പോയി. അപ്പൊ നോക്കിയപ്പോ കരടി വന്ന് നിൽക്കണം. നമ്മൾ ആദ്യം നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. എല്ലാവരും കൂട്ടിലാണ്. നമ്മള് പൈസ കൊടുത്ത് വന്നതൊക്കെ വെറുതെന്ന് വെച്ച്. ഇപ്പൊ നോക്കുമ്പോ അവനും കേറി കൂട്ടിലോട്ട്. അങ്ങനെ ആ പ്രദേശം അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ അടുത്ത സെഷനിൽ പോയപ്പോ അവിടെ സിംഹത്തിന്റെ ഭയങ്കര കർശന. അപ്പൊ കൊറേ ആൾക്കാരും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോകാൻ നോക്കി. കുട്ടിയാണേ. നമ്മള് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. എനക്കുണ്ടോ നടക്കുവോ എന്നൊന്നും അറിയില്ല. ഒറ്റ കിടപ്പാണ്. നടക്കും നോക്കുമ്പോ ഒരനക്കവും ഇല്ല. അപ്പൊ പിന്നെ നമ്മള് നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോയി. ഈ സൂര്യനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് നടക്കാണ്ട് കേട്ടോ. അപ്പൊ അത് കാരണം നമുക്ക് അധികം നേരം അവളോട് നിൽക്കാനും പറ്റൂല. എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഇറങ്ങും വേണം. നേരെ നമ്മള് സന്ധ്യ ഒരു വൈകിട്ടാണ് നമ്മൾ പോയത് തന്നെ. അപ്പോ ഇരുട്ടുന്ന മുമ്പ് നമുക്ക് വീഡിയോ എടുക്കും വേണം. പെട്ടെന്ന് കണ്ട് ഇറങ്ങും വേണം. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ വേഗം നടന്ന് ഓരോ കാഴ്ചകൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് കണ്ട് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാന്നൊരു രീതിയിലായിരുന്നു. ഈ ഭാഗം നീർക്കുതിരയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ 2-3 തന്നെ ഉണ്ടായിരുന്നുള്ള വെള്ളത്തിലിട്ട്. അപ്പൊ അതിന് കുറച്ചു നേരം കണ്ട്. പിന്നെ ഉള്ളത് കണ്ടാമൃഗത്തിന്റെ ഒരു വിഭാഗമാണ്. ഞങ്ങൾ പണ്ട് വന്നപ്പോ ആ ഭാഗത്ത് മാനയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ കണ്ടാമൃഗമാണ് ഇപ്പൊ ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ നേരിട്ട് കാണുന്നത് കേട്ടോ. നമ്മളിപ്പോ കണ്ടത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് കേട്ടോ. എനിക്ക് ഇതിനെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ബാഹുബലി സിനിമയിലുള്ള സ്റ്റണ്ടാണ്. അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. വലിയൊരു കാട്ടുപോത്ത് വന്നിട്ട് ഉള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കൃഷ്ണമൃഗമാണ് കേട്ടോ. അത് കുറച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ അടുത്ത വിഭാഗത്തിലേക്ക് പോയി. ഈ കാട്ടുപോത്തിന് ദൂരെ നിന്ന് കാണുമ്പോ അത്ര ഇതില്ലെങ്കിലും നേരിട്ട് കാണാനാണ് കുമ്പ്. അപ്പൊ നോക്കിയപ്പോ നേരിട്ട് സൂം ചെയ്ത് കാണണം. അടിപൊളിയാണ് കേട്ടോ. സൈസൊക്കെ കണ്ടാണ്ട് സൂപ്പറാണ്. പിന്നെ ഇവിടെ തന്നെ കുറച്ച് മാന ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ നേരെ അടുത്ത സെഷനിൽ പോയി. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടൈഗർ ആശാനുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട്. ഭയങ്കര കരച്ചില് ബഹളമാണ് ടൈഗർ. പിന്നെ നമ്മൾ നേരെ അങ്ങ് പോയപ്പോ 2 പേരും ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ആശാന്മാരല്ല ബഹളം വെക്കുന്നത്, വേറൊരാളാണ്. ഇതാ കാണുന്ന ആളാണ് ബഹളം വെച്ചോണ്ടിരിക്കണത്. ആള് ഫുള്ള് നടത്താണ്. ഇവർ 2 പേരും റെസ്റ്റ് ആണെങ്കിലും മൂപ്പരാള് ഭയങ്കര ഡ്യൂട്ടിയിലാണ്. ഫുൾ നടത്താണ്. ബഹളവും വെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആശാൻ ചെയ്യണത്. പിന്നെ നമ്മൾ കടുവേരെ ഭാഗത്ത് പോയപ്പോൾ എല്ലാവരും ഫുൾ റെസ്റ്റ് ആണ്. മഴയും തീറ്റയൊക്കെ ആയിട്ട്. പിന്നെ ഇവൻ മാത്രമാണ് ഇങ്ങനെ കിടന്നത് നടന്നത്. ആള് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് പുതിയതായി വന്ന ഒരാളാണ്. കഴുതപ്പുലിയാണ് കേട്ടോ ഇത്. ഇതിലൊരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് പേരെ ക്വാറന്റൈനിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെ കുറച്ച് വിഭാഗത്തിലൊക്കെ അവരൊക്കെ ഫുള്ള് കൂട്ടിലൊക്കെ എല്ലാവരും കിടപ്പിലൊക്കെയാണ്. നമുക്ക് അധികം ആരും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോകുന്നപ്പോഴാണ് പക്ഷികളുടെ തന്നെ കുറച്ച് വിഭാഗം ഉണ്ട്. നമുക്ക് അധികമൊന്നും ലേറ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പോയില്ല കേട്ടോ അവിടെ. പിന്നെ മുള്ളൻപന്നിയൊക്കെ ഉണ്ട്. അവര് കുറെ പേരെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. നമ്മളൊന്നും അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ കേറാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ചിത്രശലഭങ്ങളുടെ ഒരു പാർക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതും കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയായ കാരണം.
ചിത്രശാല പോലും ഒന്നുമില്ല, പിന്നെ അതും കാണാൻ പറ്റിയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ റെപ്റ്റൈൽസ് അങ്ങോട്ടാണ് പോയത്. നമ്മള് പാമ്പുകളുടെ ഒരു വിഭാഗം. പക്ഷെ നമുക്ക് അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. ഇത് ഓസ്ട്രിച്ച് ആണ്. ഇതിന്റെ ഉള്ളില് ഭയങ്കര സൗണ്ട് ആയത് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനൊന്നും പറ്റൂല. പിന്നെ അത് അലൗഡ് അല്ല, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. ഞാൻ പറ്റിയ പോലെ എടുത്തത്. എനിക്ക് പിന്നെ ഒന്നും ക്ലിയർ ആവുന്നുമില്ല. അപ്പൊ അത് കാരണം ഞാൻ എനിക്ക് എടുക്കാനായിട്ടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.